വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2026 മെയ് 11 നടന്ന 10th ലെവൽ എക്സാമായ അറ്റൻഡർ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ആൻസർ കീ നോക്കിയിട്ട് എക്സാം എഴുതിയവർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ പാർലമെന്റ്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 6. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി കെ കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ 1741. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി വക്കം മൗലവി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അരുണ ആസിഫ് അലി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചമ്പാരൻ സത്യാഗ്രഹം 1917. നിസ്സഹകരണ സമരം 1920. ഉപ്പു സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം? ഓപ്ഷൻ ബി 1905 ഓഗസ്റ്റ് 7. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ഓപ്ഷൻ സി റഷ്യ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ഓപ്ഷൻ എ നവി മുംബൈ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1960 ജാനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ ബി ഇന്ത്യയും പാകിസ്ഥാനും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഓപ്ഷൻ സി 1ഉം 4ഉം. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ശ്രീ ജ്ഞാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഷാജി N കരുൺ. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്.
ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബിക്കാലം അവസാനിക്കുന്നു. 26ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. 27ാമത്തെ ചോദ്യവും ഡിലീറ്റഡ് ആണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. 26, 27 ചോദ്യങ്ങൾ ഡിലീറ്റഡ് ആണ്. ഇത് കോഡ് എയുടെ ചോദ്യപേപ്പറിൻ്റെ കോഡ് എ ആണ് കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ. ഓപ്ഷൻ സി ആരവല്ലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ്. ചേഞ്ച് ആയിട്ടുണ്ട്, സി എന്നിട്ടേക്കാം. ഓക്കെ, ചേഞ്ച് ആയ ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്ന്. അപ്പോൾ ഈ ഓപ്ഷൻ ബി ഇവയൊന്നുമല്ല കേട്ടോ. ഓപ്ഷൻ ബി ഇവയൊന്നുമല്ല. (2025) ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൗൾ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി മോഹൻലാൽ. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ല. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കിഴക്ക്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. ഓപ്ഷൻ സി 4 മാത്രം. പമ്പ, നീലഗിരി. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി പ്രസ്താവനകൾ 1, 4 ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഓപ്ഷൻ ബി ആലപ്പുഴ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ്, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. സംരംഭങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പഠിക്കുക കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരിമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി പെരിയാർ വന്യജീവി സങ്കേതം. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? ഓപ്ഷൻ എ മത്തി. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 2ഉം. വയനാട്, ഇടുക്കി. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ഓപ്ഷൻ സി സഞ്ജു സാംസൺ.
വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3. ശരിയായ പ്രസ്താവനകൾ: തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുതി നിലയത്തിലാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2. ശരിയല്ലാത്ത പ്രസ്താവനകൾ: രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമർദാസ് ഷെർഗിലാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 മാത്രം. ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന: ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3. ശരിയായ പ്രസ്താവനകൾ: യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ എ 2, 3. അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറിയെത്തും. G20 സംഘാടകരെ ഷെർഷ എന്നാണ് വിളിക്കുക. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 2 മാത്രം. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന: 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമേത്? ഓപ്ഷൻ സി മുരിങ്ങ. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത്? ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ ജോഡികൾ: കരൾ പിത്തരസം, ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. 56ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ് കേട്ടോ. ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ചോദ്യം ഇതായിരുന്നു: ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു, ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? ഓപ്ഷൻ സി നെല്ല്. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ? ഓപ്ഷൻ ബി ലിയോ 14. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. അലുമിനിയത്തിന്റെ അയിരേത്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ഓപ്ഷൻ സി ശൂന്യത. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഓപ്ഷൻ സി ഡെസിബല്.
പ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏത്? ഓപ്ഷൻ ഡി സ്ഥിതികോർജം. നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. ഓപ്ഷൻ ബി ചെറുകുടല്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? ഓപ്ഷൻ ഡി 70 തൊട്ട് 110 mg/100 ml. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, ക്ഷയം. ഓപ്ഷൻ ഡി ക്ഷയം, ചിക്കൻ ബോക്സ്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. 71ാമത്തെ ഉത്തരം ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സി എന്നിട്ട് ചേഞ്ച് ആയെന്നാണ് നിങ്ങൾക്ക് നോക്കാനുള്ള എളുപ്പത്തിന് എക്സാം എഴുതിയവർക്ക്. ഓക്കെ, ചോദ്യം ഇതായിരുന്നു: എയ്ഡ്സ് ഓർ HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. തെറ്റായ പ്രസ്താവനകൾ: ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാവാം. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെ HIV പകരാം. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. ഓപ്ഷൻ എ നിപ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷകഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഓപ്ഷൻ എ അരി, ഗോതമ്പ്, കപ്പ. കോവിഡ്-19നുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, 3 ശരി. അപ്പോൾ കോവിഡ്-19നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: കോവിഡ്-19 കാരണം കൊറോണ വൈറസ് ആണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? BCG, ECG, OPV, MMR. ഓപ്ഷൻ ബി ECG. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ സി. മൂത്രാശയ രോഗങ്ങളുടെ കാരണം. നൽകിയിരിക്കുന്ന കാരണങ്ങൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2, 3 ശരി. അപ്പം ശരിയായ കാരണങ്ങളെ മൂത്രാശയ രോഗങ്ങളുടെ കാരണം. അപ്പോൾ 1, 2, 3 ശരിയാണ് കേട്ടോ. നൽകിയിരിക്കുന്നത് എല്ലാം ശരിയാണ്. അതായത് എന്തൊക്കെയാണ്? മൂത്രശങ്ക ഉണ്ടാവുമ്പോൾ മൂത്രം ഒഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം, വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഓക്കെ, ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷാണ്. ഓപ്ഷൻ എ ബാക്ടീരിയകൾ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞു മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത്? ഓപ്ഷൻ സി ഡെങ്കിപ്പനി. ഇനി 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 81 എ. 82 ബി ആണ് കേട്ടോ. 82 ബി ആണ്. 83ാമത്തെ ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഡി ആണ് ഇപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. 83ാമത്തത് ഡി ആണ് ഫൈനൽ ആൻസർ കീയിൽ. ചേഞ്ച് ആയി ആൻസർ. 84 എ. 85 ബി. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. 86 ബി ആണ് കേട്ടോ. 86 ബി. 87 ഡി. 87 ഡി. 88 ഡി. 88 ഡി.
89 എ 89 എ 90 ഡി 90 ഡി 91 ഡി 91 ഡി 92 എ 92 എ 93 ബി 93 ബി 94 ബി 94 ബി 95 സി 95 സി 96 ബി 96 ബി 97 ബി 97 ബി 98 ബി 98 ബി 99 എ 100 സി 99 എ 100 സി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആൻസർ കീ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒരു ക്ലാസ് ഇത് ആൻസർ കീ മാത്രമായിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് വേറെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് 10th മെയിൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.